Good morning. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണോ? യെസ്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ടെക്സ്റ്റ് ഉള്ളവര് കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചായിരുന്നോ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ യെസ് ഓക്കെ വെരി ഗുഡ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലെ പറഞ്ഞത്. 2 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. എന്തിനൊക്കെ വേണം റിക്രൂട്ട്മെന്റ്? ബിസിനസ് ഗ്രോത്തിന്, ഫില്ലിംഗ് വേക്കൻസി, പോസ്റ്റ് ഡ്യൂ ടു ദ സ്റ്റാഫ് ടേൺ ഓവർ. മൂന്നാമത്തെ നോക്കി, ഇനി അടുത്ത എന്താണ് ഒരു റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ചേഞ്ചിങ് ജോബ് റോൾസ്. മൂന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ, ചേഞ്ചിങ് ജോബ് റോൾസ്. അപ്പൊ ജോലിയിലുള്ള മാറ്റത്തിനനുസരിച്ച് റിക്രൂട്ട്മെന്റ് വേണം. ഇൻ ദ പ്രസന്റ് വേൾഡ് വർക്ക് ഈസ് ചേഞ്ചിങ് കണ്ടിന്യൂസ്ലി. The skills that seems to be valued today might turn redundant. Redundant എന്ന് പറഞ്ഞാൽ എന്താ? അനാവശ്യമാണ്. Next year and a new set of skills will be needed. നമുക്കറിയാം ഇന്ന് പ്രസന്റ് വേൾഡില് വർക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഭാവിയുള്ള കാര്യങ്ങള്, കഴിവുകള് പലതും എന്താ അടുത്ത ഇയറിലേക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോഴത്തേക്കും അത് അനാവശ്യമായിട്ട് മാറാം. അതായത് അതിനേക്കാളും കൂടുതൽ കഴിവുകൾ അടുത്ത വരുന്ന വർഷങ്ങളിൽ വേണ്ടി വരാം. Okay, this new opportunity will continuously emerge and the business will keep on recruiting new employees. അപ്പൊ ബിസിനസ് ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് പുതിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, പുതിയ കൂടുതൽ കഴിവുകളും ഉള്ള എംപ്ലോയീസിനെ നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് പ്രാപ്യമാക്കുന്നത്? പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിലൂടെയാണ്. അപ്പൊ ജോലിയിൽ ഉണ്ടാകുന്ന മാറ്റം അതിനനുസരിച്ച് എന്ത് ചെയ്യണം? അതിനനുസരിച്ച് പുതിയ എംപ്ലോയീസിനെ, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കൂടുതൽ കഴിവുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് റിക്രൂട്ട്മെന്റ് നടത്തണം. ഓക്കെ. അടുത്ത പോയിന്റ് ആണ് ചേഞ്ചിങ് ജോബ് റോൾസ്. നെക്സ്റ്റ് നോക്കിയേ, ഇന്റേണൽ പ്രൊമോഷൻ. ഇനി അടുത്തത് എന്താണ്? ഈ ഇന്റേണൽ പ്രൊമോഷന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ പ്രാക്ടീസ് മോട്ടിവേറ്റിംഗ് ദെയർ എംപ്ലോയി to go for more challenging and high paid job within the organization. അപ്പൊ ഈ നമ്മുടെ കമ്പനി തന്നെ എന്ത് ചെയ്യുന്ന അറിയോ? അവിടെ ഉള്ളിലുള്ള എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും. കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള, കുറച്ചും കൂടി സാലറി കൂടുതൽ കിട്ടുന്ന ആ ജോലിയിലേക്ക് ആകാനായിട്ട് ആ പ്രസന്റ് എംപ്ലോയിനെ തന്നെ കമ്പനി തന്നെ എന്ത് ചെയ്യും? അവരെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ നോക്കി അവിടെ എന്താണ്? അപ്പൊ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുക്കാം, എന്തെങ്കിലും വർക്ക് കൊടുത്തിട്ട് അതിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരെ ആ ഒരു പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? Those who succeed in advancing through the hierarchy must be replaced by the new employees. ആ ഹൈറാർക്കിയിൽ വിജയിക്കുന്ന ആളെ എന്താണ്? ആ പുതിയ എംപ്ലോയീസ് ആ ഒരു പുതിയ പോസ്റ്റിലേക്ക് റീപ്ലേസ് ചെയ്യും. അപ്പൊ ഇന്റേണൽ പ്രൊമോഷൻ അതും എന്താണ്? റിക്രൂട്ട്മെന്റിന്റെ ഒരു ലക്ഷ്യമാണ്. ഓക്കെ. Those who succeed in advancing through the hierarchy must be replaced by the new employee. അവരെ എന്താക്കും? പുതിയ എംപ്ലോയീസ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ. അപ്പൊ ഓർഗനൈസേഷൻ തന്നെ എന്ത് ചെയ്യും? അവിടെ നിലവിലുള്ള എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, മോട്ടിവേറ്റ് ചെയ്യും. ആ ഒരു പുതിയ പോസ്റ്റിലേക്ക് പോകാനായിട്ട് ആ ഓർഗനൈസേഷൻ തന്നെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത് നോക്കിയാൽ ഇൻക്രീസിങ് വർക്ക് ലോഡ്. ഈ ജോലിയിലെ ഭാരം നമ്മൾ വർക്ക് ലോഡ് കൂടുമ്പോൾ നമുക്ക് എന്ത് വേണം? പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട്മെന്റ് ചെയ്യണ്ടേ? അല്ലെ, പുതിയ എംപ്ലോയീസ് വേണം. ഇപ്പൊ നമ്മള് കമ്പനി ആദ്യം ചെറുതായിരുന്നു, കമ്പനി കുറച്ചും കൂടി ഡെവലപ്ഡ് ആയപ്പോൾ എന്താണ്? അവിടെ വർക്ക് ലോഡ് കൂടി. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ നേരത്തെ ഒരു 100 പേരുണ്ടെങ്കിൽ വർക്ക് ലോഡ് കൂടി കഴിയുമ്പോൾ അത് ഒരു 120 പേരോളോ 20 പേരെയും കൂടി ചിലപ്പോ എക്സ്ട്രാ അങ്ങോട്ടേക്ക് കമ്പനിയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടി വരാം അല്ലെ. അങ്ങനെ വരുമ്പോൾ അതായത് ജോലിയിലെ ഭാരം കൂടുമ്പോഴും റിക്രൂട്ട്മെന്റ് വേണം. അതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
When the amount of work increases, the business will require more employee and also those who are more skilled. Okay, business അതായത് നമ്മൾ ആ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ ജോലിയിലുള്ള വർക്ക് ലോഡ് കൂടുന്നതിന്റെ അനുസരിച്ച് കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു ആ ബിസിനസ്സിന് ആവശ്യമായിട്ട് വരും. അപ്പൊ നോക്കിയേ, current employee can encouraged to develop new skills through training which will be benefit for their career advancement. അപ്പൊ നിലവിലുള്ള ആ കമ്പനിയിൽ നിലവിലുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്തു പ്രോത്സാഹിപ്പിക്കും. എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. ടു ഡെവലപ്പ് ന്യൂ സ്കിൽസ് ത്രൂ ട്രെയിനിങ്, പുതിയ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവർക്ക് പുതിയ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കും. അതെന്ന് പറഞ്ഞാൽ അവർക്കുടെ കരിയറിലെ ഒരു അവരുടെ ഒരു കരിയറിന്റെ മുന്നേറ്റത്തിന് ഒരു ബെനിഫിറ്റ് ആണെന്ന്. അവർക്കപ്പൊ അത് ബെനിഫിറ്റ് അല്ലേ? ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് പുതിയ ഒരു പോസ്റ്റിലേക്ക് അവരെ ആക്കാൻ വേണ്ടി കമ്പനി തന്നെ എന്ത് ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കും. Okay, then increase their loyalty towards the organization. അപ്പൊ എന്താ ലോയലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസ്തത. വേർഡിന്റെ മീനിങ് അറിയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്തോട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ച അവിടെ. വർക്ക് കൂടുമ്പോൾ ബിസിനസ്സിന് കൂടുതൽ എംപ്ലോയീസിനെ, കൂടുതൽ കഴിവുള്ള എംപ്ലോയീസിനെ ആവശ്യമായിട്ട് വരാം. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ നിലവിലുള്ള എംപ്ലോയീസിനെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണ്. ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവരെ അതിലേക്ക് കുറച്ചുകൂടി അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കാനായിട്ട് കമ്പനി തന്നെ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് വരും? ഇൻക്രീസ് ദർ ലോയലിറ്റി ടുവേഴ്സ് ദ ഓർഗനൈസേഷൻ. ആ ഒരു സ്ഥാപനത്തിനോടുള്ള വിശ്വസ്തത വർദ്ധിക്കും. അല്ലെ? നമുക്ക് തന്നെ എംപ്ലോയീസിന് തന്നെ ഒരു തോന്നൽ ഉണ്ടാവില്ലേ? അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അയ്യോ നമ്മളെ ഇനിയിപ്പോ പകുതി കഴിയുമ്പോ നമ്മൾ തിരിച്ചുവിടുവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാന്ന്. പക്ഷെ പുതിയ പോസ്റ്റിലേക്ക് അവർ ട്രെയിനിങ് ഒക്കെ കൊടുത്താ അപ്പൊ ആ കമ്പനിയിൽ എനിക്ക് എന്തായാലും നല്ലൊരു പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ അവിടെ നിർത്തും എന്നുള്ള ആ കമ്പനിയോടുള്ള വിശ്വാസം എംപ്ലോയീസിന് വർദ്ധിക്കും. By promoting them to stay with the organization for a longer duration and fill the skill gap. അപ്പൊ അങ്ങനെ വരുമ്പോഴോ അവര് കുറെ നാള് ആ കമ്പനി തന്നെ സ്റ്റേ ചെയ്യും. അല്ലെ? കമ്പനിയോട് നല്ല വിശ്വാസമാണ്, നല്ല ഇതാക്കി ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ വേറെ കമ്പനിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അല്ലെ? നമ്മളെ കമ്പനി നല്ല ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനിയോടുള്ള വിശ്വാസം കൂടുന്നു. അപ്പൊ ദീർഘനാള് ആ കമ്പനിയിൽ നിൽക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ആ എംപ്ലോയീസ് സ്റ്റേ ചെയ്യുന്നു. ആൻഡ് ദെൻ ഡ്യൂറേഷൻ ആൻഡ് ഫിൽ ദ സ്കിൽ ഗ്യാപ്പ്, ആ സ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എംപ്ലോയി റെഫറൻസ് സ്കീം. അത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇനി കുറച്ച് പേജുകൾ കഴിയുമ്പോൾ എംപ്ലോയി റെഫറൻസ് സ്കീം പഠിക്കാണ്ട്. അതായത് എംപ്ലോയി തന്നെ റെഫർ ചെയ്യാണെന്ന്. Also provide to be beneficial for the employee where the employee can refer friends. നമുക്ക് ഫ്രണ്ട്സിനെയോ നമ്മുടെ റിലേറ്റീവ്സിനെയോ ഫെമിലാരിറ്റി, നമുക്ക് പരിചയമുള്ള നമ്മുടെ പരിചയക്കാരെയൊക്കെ എന്ത് ചെയ്യാം, ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് തന്നെ റെഫർ ചെയ്യാം. കണ്ടോ? ആൻഡ് ഏൺ ഇൻസെന്റീവ്സ്. അങ്ങനെ നമുക്ക് ഇൻസെന്റീവ്സ്, സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നേടാനും പറ്റും. ഇപ്പൊ നമ്മൾ നമ്മുടെ കമ്പനിയിലുണ്ട്. അപ്പൊ ഇപ്പൊ ദിവ്യ, അപ്പൊ ഞാൻ എന്റെ ബാച്ചിലെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാനിവിടെ ക്ലാസ് എടുക്കുന്നതാണ്. ആ കുട്ടീനെ ഇപ്പൊ ഒരു വേക്കൻസി വരികയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ പരിചയമുണ്ട്, അപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്താ പറയാ, നിങ്ങൾ ആ പോസ്റ്റിലേക്ക് എനിക്ക് റെഫർ ചെയ്യാൻ പാടില്ലേ? അതാണ് എംപ്ലോയി റെഫറൻസ് സ്കീം എന്ന് പറഞ്ഞാൽ. ആ എംപ്ലോയിക്ക് തന്നെ അവരുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ അവർക്ക് പരിചയമുള്ള ആളുകളെയോ ഒക്കെ എന്ത് ചെയ്യാം, ആ പോസ്റ്റിലേക്ക് റെഫർ ചെയ്യാം. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യൂലേ? ചെയ്യോ? ഫ്രണ്ട്സിനെയൊക്കെ അവിടെ ഒരു വേക്കൻസി വന്നപ്പോ പറയൂലേ? യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പൊ അതാണ് നമുക്ക് അവിടെ വർക്ക് ലോഡ് കൂടുമ്പോൾ കൂടുതൽ എംപ്ലോയീസ് വേണ്ടി വരും. അപ്പൊ നമ്മൾ ഇതിലൂടെ റിക്രൂട്ട്മെന്റിലൂടെ നമുക്ക് ആ എന്താ പറയാ എംപ്ലോയീസിനെ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് ചോദിക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സിൽ വന്നേതാ? ബിസിനസിന്റെ ഗ്രോത്തിന്, ഫില്ലിംഗ് വേക്കൻസി പോസ്റ്റ് ഡ്യൂ ടു ദ സ്റ്റാഫ് ടേൺ ഓവർ, പിന്നെ ചേഞ്ചിങ് ജോബ് റോള്, ദെൻ ഇന്റേണൽ പ്രൊമോഷന്, ഇൻക്രീസിംഗ് വർക്ക് ലോഡ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇനി ലാസ്റ്റ് സെന്റൻസും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. എംപ്ലോയി റെഫറൻസ് സ്കീം ഓൾസോ proves to be beneficial for the employee.
അവരുടെ എംപ്ലോയി റെഫറൽ സ്കീമില് ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ നമ്മുടെ പരിചയക്കാരെയോ ഒക്കെ എന്ത് ചെയ്യാം, അതിലേക്ക് റെഫർ ചെയ്യാം. ഇനി നോക്കിയേ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ്. ഒരു റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്, ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്വാധീനിക്കുക. ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒരു റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? അപ്പൊ നോക്കിയേ, റിക്രൂട്ട്മെന്റ് ഈസ് മെയിൻലി അഫക്റ്റഡ് ബൈ ദ ഫോളോയിങ് ടു ടൈപ്സ് ഓഫ് ഫാക്ടേഴ്സ്. രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടും റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കിയേ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, internal factors. Okay, external factors, internal factors. External എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളത്, internal എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്. അപ്പൊ അതിനകത്ത് ചോദിക്കാം കേട്ടോ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇന്റേണൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ള പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നോക്കിയേ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. External factors എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ നമുക്കറിയാം, the factors or forces are those factors which cannot be controlled by the organization. എന്താ പറഞ്ഞേക്കുന്നേ, ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ആണ് ഏത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. The factors which cannot control by the organization is called a dash. എന്തെന്ന് എഴുതും നമ്മൾ അവിടെ ആൻസർ? എന്തെഴുതാം? ഓർഗനൈസേഷൻ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ആണ് ഏത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ക്ലിയർ ആവുന്നുണ്ടോ പറയണത്? ഓക്കെ ആണോ? എന്നെ ഫോളോ ചെയ്ത് വരുന്നില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇച്ചിരി സ്പീഡിൽ എടുക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആവറേജ് ഒരു 3 പേജൊക്കെ കവർ ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. അപ്പൊ അതനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ എടുക്കണം. 2.5-3 പേജോളം നമുക്ക് കവർ ചെയ്താലാണ് നമുക്ക് നിങ്ങളുടെ പറഞ്ഞ സമയത്ത് പോർഷൻസ് തീർക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഒന്ന് മെസ്സേജ് ചെയ്തിടണം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? The factors which cannot be controlled by the organization. ഓർഗനൈസേഷന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ആണ് ഇത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. A variety of external factors which affect the recruitment. റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. അതിൽ ഒന്നാമത്തെയാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ്. Supply and demand. Supply and demand. Okay, a significant factors in the recruitment process is the manpower supply. അല്ലേ? അതായത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ഏതാണ്, ഘടകം ഏതാണ്? മാൻപവർ. അല്ലേ? മാൻപവർ വേണ്ടേ? അത് വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല. അവിടുത്തെ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ നടത്തണമെങ്കിൽ ആര് വേണം? മാൻപവർ വേണം, ഹ്യൂമൻ റിസോഴ്സ് വേണം. അപ്പൊ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ആരും, മാൻപവർ എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. മാൻപവർ ഉള്ളിലാകാം പുറമേ ആകാം, ഓർഗനൈസേഷൻ ഉള്ളിലോ അല്ലെങ്കിൽ പുറമേ ആവാം. If the demand of the professional in the company is more and the supply of professional in the market is low, then the company will have to rely on internal sources. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. അത് കമ്പനി എന്തിനെ ആശ്രയിക്കും? ഇന്റേണൽ സോഴ്സ്. അതായത് കമ്പനിയിൽ കുറെ ജോലിക്കാർ വേണം, ഡിമാൻഡ് കൂടുതലാ, 100 എംപ്ലോയീസ് വേണം കമ്പനിയിൽ. പക്ഷേ അതിന് ഏബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പറ്റിയ ആളുകൾ മാർക്കറ്റിൽ ആ പ്രൊഫഷണൽസിന്റെ എണ്ണം കുറവാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും കമ്പനി? എന്തിനെ ആശ്രയിക്കും? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ ആശ്രയിക്കും. മനസ്സിലായോ? അതായത് കമ്പനിയിൽ കുറെ ആളുകൾ വേണം, പക്ഷെ മാർക്കറ്റിൽ അതിനെ പറ്റിയ പ്രൊഫഷണൽസിന്റെ കുറവാണ്, കുറച്ചു പേരേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും കമ്പനി? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ എന്ത് ചെയ്യും? റിലേ ചെയ്യും. റിലേ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡിപ്പെൻഡ് ചെയ്യും, ആശ്രയിക്കും. ബൈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയീസ്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ഉള്ളിലുള്ള എംപ്ലോയീസിന് തന്നെ ട്രെയിനിങ് കൊടുത്ത് അവരെ ആ പോസ്റ്റിലേക്ക് മാറ്റാൻ കമ്പനി തീരുമാനിക്കും. ഓക്കെ, അതാണ് external factors. ഒന്നാമത്തെ ആരാണ് external factors? മാൻപവർ, സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് വെച്ചാൽ എന്താ? തൊഴിലില്ലായ്മ നിരക്ക്. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ നിരക്ക്. The growth of the economy is another factor that affect the availability of the applicants. അടുത്തൊരു കാര്യം എന്താണ്? സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച
അതാണ് അടുത്തൊരു ഘടകം. ആപ്ലിക്കൻസിന്റെ അവൈലബിലിറ്റി, ലഭ്യതയെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഗ്രോത്ത് ഓഫ് ദ എക്കണോമി. അണ്ടർലൈൻ ചെയ്തേ. ലാക്ക് ഓഫ് ജോബ് ഇൻ ദ കമ്പനി. ഇനി നോക്കിയേ, കമ്പനിയിലെ ജോലി കുറവ്. കമ്പനിയിലെ അത്രയും ജോലിക്കാരൊന്നും വേണ്ട, ആകെ ഒരു 5 പേര് മതി. ആൻഡ് ലേബർ ഇൻ ദ മാർക്കറ്റ്. പക്ഷെ മാർക്കറ്റിൽ ആ പ്രൊഫഷണൽസ്, അതിന് പറ്റിയ ആളുകള്, അത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ കുറെ ഉണ്ട്. മനസ്സിലായോ? ഒരു കമ്പനിയിൽ ബികോം കഴിഞ്ഞ ആളുകൾ ഒരു 5 പേര് വേക്കൻസി ഉള്ളൂ. ബികോം കഴിഞ്ഞവരുടെ ഒരു വേക്കൻസി ഉണ്ട്. പക്ഷെ ബികോം കഴിഞ്ഞ അല്ലെങ്കിൽ മാർക്കറ്റിൽ കുറെ പേരുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ്, can give rise to situation of unemployment. അപ്പൊ എന്തിലേക്ക് വരാം? തൊഴിലില്ലായ്മയിലേക്ക് വരൂലേ? 5 പേര് മതി കമ്പനിയില്. ബാക്കി നമ്മൾ പറഞ്ഞ എന്താണ്, ഇപ്പൊ 50 പേരുണ്ടെങ്കിൽ 45 പേർക്കും തൊഴിൽ കിട്ടുമോ? അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരും. അടുത്തൊരു ഘടകം എന്താണ്? അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ആ ലാസ്റ്റ് സെന്റൻസും 2 സെന്റൻസും ഉള്ളൂ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തില്ലേ? വേഗം വേഗം അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ ടെക്സ്റ്റ് ഉള്ളവര്. കമ്പനിയില് ജോലി കുറവ്, പക്ഷെ മാർക്കറ്റില് ആളുകൾ കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് എന്തിലേക്ക് നയിക്കും? അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ നിരക്കിലേക്ക് വരും. അടുത്ത മൂന്നാമത്തെ ഒരു ഫാക്ടർ ആരാണ്? ലേബർ മാർക്കറ്റ്, ജോബ് മാർക്കറ്റ്. ലേബർ മാർക്കറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജോബ് മാർക്കറ്റ്. Employment condition in the area where the organization is situated affect the recruiting activity of the organization. Underline ചെയ്തിട്ടേ. എംപ്ലോയ്മെന്റ് കണ്ടീഷൻ, തൊഴിൽ സാഹചര്യങ്ങള്, ആ ഒരു ഓർഗനൈസേഷൻ നിൽക്കുന്ന, ആ ഒരു കമ്പനി നിൽക്കുന്ന, ആ ഒരു സ്ഥാപനം സിറ്റുവേറ്റ് ചെയ്യുന്ന അവിടുത്തെ എംപ്ലോയ്മെന്റ് കണ്ടീഷൻ, തൊഴിൽ സാഹചര്യങ്ങള് ഏതിനെ? ഓർഗനൈസേഷന്റെ റിക്രൂട്ടിംഗ് ആക്ടിവിറ്റിനെ അഫക്ട് ചെയ്യും. അഫക്ട് ദ റിക്രൂട്ടിംഗ് ആക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. അണ്ടർലൈൻ ചെയ്യാട്ടോ. Ordinary attempt like displaying job vacancy on the notice board. എങ്ങനെയാണ് ജോബ് വേക്കൻസി അറിയണ്ടേ? ഒന്നിന്റെ ഈ നോട്ടീസ് ബോർഡിൽ അല്ലെ, ഇന്നൊരു പോസ്റ്റിലേക്ക് ഒഴിവുണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് ബോർഡിൽ ജോബ് വേക്കൻസി ഡിസ്പ്ലേ ചെയ്യാം. ഓർ അനൗൺസ്മെന്റ് ഇൻ ദ ഒഫീഷ്യൽ മീറ്റിംഗ്, അവർക്ക് ഒഫീഷ്യൽ മീറ്റിംഗിൽ അനൗൺസ്മെന്റ് ചെയ്യാം. Then etc. will attract more candidates than needed at the time of the recruitment. അപ്പൊ ഇതെല്ലാം കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ് അല്ലെ? നീഡ് അറ്റ് ദ ടൈം ഓഫ് ദ റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് സമയത്ത് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. ഒന്നില്ലെങ്കിൽ ഒഫീഷ്യൽ മീറ്റിംഗിൽ അനൗൺസ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നോട്ടീസ് ബോർഡിൽ ജോബ് വേക്കൻസി ഡിസ്പ്ലേ ചെയ്യാം. 2 കാര്യങ്ങളാണ് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. will attract more candidates than needed at the time of the recruitment. നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ ഇന്നലെ, ഓർക്കുന്നില്ലേ? അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കാൻഡിഡേറ്റ്സിനെയാണ് കമ്പനി ആഗ്രഹിക്കുന്നത്. എന്നാലല്ലേ അവർക്ക് അതിൽ ഏറ്റവും കൂടുതൽ അല്ലെ, ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ല സ്കിൽഡ് ഉള്ള അവരെ അതിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കമ്പനി എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സ്, ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ കിട്ടണം എന്നാണ് കമ്പനി ആഗ്രഹിക്കുന്നത്. എന്നാലാണ് അവർക്ക് നോക്കിയിട്ട് അവർക്ക് പറ്റിയത് നല്ല സ്കില്ലുള്ളവരെ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 2 കാര്യങ്ങളും കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. ഇനി അടുത്ത് നോക്കിയേ, ഇമേജ് ഓഫ് ഗുഡ്വിൽ. ഇമേജ് അല്ലെങ്കിൽ ഗുഡ്വിൽ, സൽകീർത്തി. Employer's image can also act as a barrier of the recruitment. എംപ്ലോയറിന്റെ ഇമേജ് അത് എന്താണ്? റിക്രൂട്ട്മെന്റിന്റെ ഒരു ബാരിയർ അല്ലേ? ഇപ്പൊ തന്നെ ചില കമ്പനിയിൽ നമ്മൾ ചിലപ്പോ അവിടെ മാനേജർ ഉണ്ടല്ലോ, ഭയങ്കര സാധനം, അവർക്കുടെ ഒരു നല്ലൊരു ആ എംപ്ലോയറിന്റെ ഇമേജ് ആ റിക്രൂട്ട്മെന്റിന് ഒരു ബാരിയർ അല്ലേ? അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ ഇഷ്ടപ്പെടുമോ? എന്നാ നമ്മൾ പറയാണ്, നമ്മുടെ ഫ്രണ്ട്സ് ഒരു കമ്പനി, ആ MD നല്ല സൂപ്പർ ആട്ടോ, നമ്മളോടൊക്കെ നല്ല ഇതാണ്, നല്ല കോപ്പറേറ്റീവ് ആണ്, അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് ഓൾറെഡി അവിടെ ജോലിക്ക് കയറുന്ന ഒരു ആഗ്രഹം തോന്നൂലേ? അപ്പൊ എംപ്ലോയറിന്റെ ഇമേജ് എന്താണ്? റിക്രൂട്ട്മെന്റിന്റെ ഒരു ബാരിയർ ആണ്. അണ്ടർലൈൻ ചെയ്തേ. The activities of the organization are the basis for building organizational image. പിന്നെ അടുത്തത് നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങള്, അത് ഓർഗനൈസേഷന്റെ ഇമേജ് ബിൽഡ് ചെയ്യുന്നതിന് ഒരു കാരണമല്ലേ? നല്ല പ്രവർത്തനങ്ങളൊക്കെയാണ് ഇമേജ് കൂടൂലേ സ്ഥാപനത്തിന്റെ? കണ്ടോ, ആ ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനത്തിൽ എല്ലാം നല്ല, എല്ലാവരും ആക്റ്റീവാണ്, നല്ല പ്രവർത്തനമാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കമ്പനിയുടെ ഇമേജ് കൂടും.
then it become easier to attract and retain employee for an organization if it has a positive image and goodwill as an employer than for an organization with a negative image. ഒന്ന് ചിന്തിച്ചേ, ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള കമ്പനി അതിനേക്കാളും ഒരു പോസിറ്റീവ് ഇമേജും ഗുഡ്വില്ലും ഉള്ള എംപ്ലോയർ ഉണ്ടെങ്കിൽ കൂടുതൽ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവിടെ അവര് നിൽക്കാനായിട്ട് അല്ലെ, എംപ്ലോയീസ് അവിടെ റീറ്റെയിൻ ചെയ്യാം, നിലനിൽക്കാനും പറ്റും. ശരിയല്ലേ? അപ്പൊ കമ്പനി ഇച്ചിരി വലിയ അത്രയും ഇല്ല, പക്ഷെ അവിടുത്തെ എംപ്ലോയർ നല്ല പക്ക, നമ്മൾ പറയില്ലേ നല്ല സൂപ്പറാണ്, അങ്ങനെയാണെങ്കിലോ കൂടുതൽ എംപ്ലോയീസ് അങ്ങോട്ട് അട്രാക്ട് ചെയ്യൂലേ? കമ്പനിയുടെ വെച്ചൊരു ഇതാണെങ്കിലും അവിടുത്തെ എംപ്ലോയറും നല്ലതാണെങ്കിൽ, ശരിയാണോ പറയണേ? അല്ലെ, നമ്മളെ എംപ്ലോയർ നോക്കിയാ പോരെ? ആ ശരിയാണ് അല്ലെ. അപ്പൊ അത് പറഞ്ഞേക്കുന്നത് അവിടെ ഇറ്റ് ബിക്കം ഈസിയർ ടു അട്രാക്ട് ആൻഡ് റിറ്റെയിൻ എംപ്ലോയി. കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയിനെ ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യാം, അതുപോലെ തന്നെ അവരെ നിലനിർത്താനും പറ്റും. എങ്ങനെയാണെങ്കിൽ മാത്രം, എങ്ങനെയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഇമേജും ഗുഡ് വില്ലും ഉള്ള എംപ്ലോയർ, നല്ല സത്കീർത്തി, ഒരു പോസിറ്റീവ് ഇമേജ് ഉള്ള നല്ലൊരു എംപ്ലോയർ ആണെങ്കിൽ കൂടുതൽ എംപ്ലോയീസ് അവിടെ അട്രാക്ട് ചെയ്യുകയും അതുപോലെ എംപ്ലോയി അവിടെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഏതിനേക്കാളും ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള ഓർഗനൈസേഷനേക്കാളും എംപ്ലോയർ നല്ലതാണെങ്കിൽ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ആ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തോളെ. ഓക്കെ, അടുത്ത നോക്കിയേ, പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. ഈ രാഷ്ട്രീയ, പൊളിറ്റിക്കൽ, സോഷ്യൽ, സാമൂഹ്യ, ലീഗൽ, നിയമപരമായിട്ടുള്ള എൻവയോൺമെന്റ്, അന്തരീക്ഷം. ഓക്കെ, റിക്രൂട്ട്മെന്റ് പ്രാക്ടീസസ് ആർ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വേരിയസ് ഗവൺമെന്റ് റെഗുലേഷൻ വിച്ച് കീപ് ഔട്ട് ഫേവറിറ്റിസം ഇൻ ഹയറിംഗ് ആൻഡ് എംപ്ലോയ്മെന്റ്. നോക്കിയേ, അത് റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റിനെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഗവൺമെന്റ് റെഗുലേഷൻ, ഗവൺമെന്റിന്റെ ചില നിയന്ത്രണങ്ങള്, അത് നമുക്ക് ഫേവറിറ്റിസത്തിനെ കീപ്പ് ഔട്ട് ചെയ്യും. അല്ലെ, പക്ഷഭേദം ഒന്നും പാടില്ല അല്ലെ. ഗവൺമെന്റിന്റെ ചില ഇത് കാര്യങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്, അത് നമുക്ക് വേറെ ആ ഫേവറിറ്റിസം, നമുക്കിപ്പോ ഫേവർ ഉള്ള ആൾ അവിടെ ഇരുത്താനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റൂല. ഇൻ ഹയറിംഗ് ആൻഡ് എംപ്ലോയ്മെന്റ്, തൊഴിലിനും അവരെ ഹയർ ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുക, അതങ്ങനെ ഗവൺമെന്റ് റെഗുലേഷൻസ് ഉണ്ട്, ചില ഗവൺമെന്റ് നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ അവിടെ ഫേവറിറ്റിസത്തിനെ എന്ത് ചെയ്യുന്നു? കീപ്പ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് ഇല്ലാതാക്കും അല്ലേ, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുന്നുള്ളത്, അതങ്ങനെ ഉണ്ടാവില്ല. ഇനി നോക്കിയേ, അവിടെ പറഞ്ഞേക്കുന്നത് ഫോർ എക്സാമ്പിൾ, ഇവിടെ നോക്കിയേ, ലെജിസ്ലേഷൻ ഫോർ ദ റിസർവേഷൻ ഇൻ എംപ്ലോയ്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ്, ഇങ്ങനെയുള്ളവർക്ക് സീറ്റ് പറഞ്ഞിട്ടില്ലേ? പട്ടികജാതി, പട്ടികവർഗം, ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഗവൺമെന്റ് ഇത്ര സീറ്റ് കൊടുക്കണമെന്നുണ്ട് അല്ലേ. അവിടെ ഒരു പാർഷ്യാലിറ്റി ഇല്ല, അവിടെ നമുക്ക് ഫേവറിറ്റിസം ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ റിലേറ്റീവ് ആണ് അവിടെ ഹയർ പൊസിഷനിൽ ഇരിക്കണമെങ്കിലും എനിക്ക് അവിടെ കിട്ടൂല, ഇത്ര സീറ്റ് ഇന്നവർക്കാണ് അവിടെ ഉണ്ട്. അതാണ് ആ ഫേവറിറ്റിസത്തിനെ അവിടെ കീപ്പ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒഴിവാക്കുന്നു, അങ്ങനെ ഇല്ലാതാക്കുന്നു. have been introduced by the government of India. In addition, ഇത് കൂടാതെ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലാളി സംഘടനകൾ play an prominent position in the recruitment. തൊഴിലാളി സംഘടനകളും നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അവരുടെ യൂണിയനിൽ പെട്ടവർക്ക് ഇത്ര സീറ്റ് അല്ലെങ്കിൽ കൊടുക്കണം, അങ്ങനെയൊക്കെ യൂണിയൻ വഴിയൊക്കെ ജോലിയൊക്കെ കിട്ടില്ലേ? ട്രേഡ് യൂണിയനും ഒരു പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റിൽ ഒരു പൊസിഷൻ, ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്നാ പറഞ്ഞേക്കണേ. This hampers the management freedom to choose the prospective candidates. അപ്പൊ അതെന്ത് ചെയ്യുന്നു? മാനേജ്മെന്റിന്റെ ആ ഫ്രീഡത്തെ ഇതെന്ത് ചെയ്യുന്നു? അത് പരിമിതപ്പെടുത്തുന്നു. അല്ലേ, കണ്ടോ? അവർക്ക് അതാ കറക്റ്റ് രീതിയിൽ ഹാമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? തടസ്സപ്പെടുത്തുക എന്നൊക്കെ ഉള്ള മീനിങ് ആട്ടോ. മാനേജ്മെന്റിന്റെ ആ ഫ്രീഡത്തെ, സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നു. റിക്രൂട്ട്മെന്റ്, അതായത് യൂണിയനും ഈ റിക്രൂട്ട്മെന്റിന്റെ ഒരു പങ്കുണ്ടെന്ന് പറഞ്ഞേക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ കണ്ടോ, ഇൻ അഡീഷൻ, അത് കൂടാതെ ട്രേഡ് യൂണിയൻ പ്ലേ എ പ്രോമിനന്റ് പൊസിഷൻ ഇൻ ദ റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റില് ട്രേഡ് യൂണിയനും ഒരു പ്രധാനപ്പെട്ട പൊസിഷൻ വഹിക്കുന്നുണ്ട്. നോക്കിയേ, ഡിസ്ഹാമ്പേഴ്സ്, തടസ്സപ്പെടുത്തുന്നു, പരിമിതപ്പെടുത്തുന്നു. യൂണിയന്റെ നിയന്ത്രണ പ്രകാരം നമുക്ക് ആ സോഴ്സിനെ, റിക്രൂട്ട്മെന്റ് സോഴ്സിനെ അത് പരിമിതപ്പെടുത്തുന്നു. ആ മാനേജ്മെന്റിന്റെ ഫ്രീഡത്തെ എന്ത് ചെയ്യുന്നു? പരിമിതപ്പെടുത്തുന്നു. To choose the prospective candidates.
The recruitment sources can be limited by the union regulation if the candidates does not fulfill the criteria set by the union. Union കാര്യങ്ങളിൽ പറയുന്നുണ്ട്, യൂണിയൻ സെറ്റ് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയ മാനദണ്ഡങ്ങള് ആ കാൻഡിഡേറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ, യൂണിയൻ പറയുന്ന ആ കാര്യങ്ങള് ആ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ, യൂണിയൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള് കാൻഡിഡേറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്നില്ല, അവരത് നിർവഹിക്കുന്നില്ലെങ്കിൽ യൂണിയന്റെ നിയന്ത്രണ പ്രകാരം തന്നെ ആ റിക്രൂട്ട്മെന്റ് സോഴ്സിനെ പരിമിതപ്പെടുത്താം. അപ്പൊ എന്താണ് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന കാര്യം? ഒന്നാമത് നമ്മൾ പറഞ്ഞ ഗവൺമെന്റിന്റെ അല്ലെ, ഗവൺമെന്റ് റെഗുലേഷൻസ് ഉണ്ട്. രണ്ടാമത്തെയാണ് ഈ ട്രേഡ് യൂണിയൻ, തൊഴിലാളി സംഘടനകളും ഒരു പ്രധാനപ്പെട്ട പൊസിഷൻ റിക്രൂട്ട്മെന്റിൽ വഹിക്കുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. അവിടെ കീപ് ഔട്ട് ദ ഫേവറിറ്റിസം, അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ച അവിടെ. അതായത് ഗവൺമെന്റ് നിയന്ത്രണങ്ങള് അവിടെ ആ എന്താ പറയാ ഹയറിങ് ആളുകളെ കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നതിനും എംപ്ലോയ്മെന്റ് ആ തൊഴിലിനും ഒക്കെ എന്തുണ്ട്? ഫേവറിറ്റിസം, പക്ഷഭേദം, അതിനെ കീപ്പ് ഔട്ട് ചെയ്യുന്നു, അതിനെ മാറ്റുന്നു, അല്ല അങ്ങനെ ഇല്ല, ഒഴിവാക്കുന്നു. കീപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക കേട്ടോ, ഒഴിവാക്കുന്നു, ഫേവറിറ്റീസത്തെ ഒഴിവാക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് എന്നിവർക്കൊക്കെ എന്താണ് ആ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് ഇത്ര സീറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രേഡ് യൂണിയനും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവരുടെ മത്സരാർത്ഥികൾ, അതായത് മറ്റു ഓർഗനൈസേഷൻസ്, മറ്റ് സ്ഥാപനങ്ങളും ഒരു റിക്രൂട്ട്മെന്റ് അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സിൽ വരുന്നതാണ് കോമ്പറ്റീറ്റേഴ്സ്, മത്സരാർത്ഥികൾ. ഇപ്പൊ ഞാനൊരു കമ്പനി തുടങ്ങി, എന്റെ കോമ്പറ്റീറ്റേഴ്സ് ഇവിടെ 5 പേര് കമ്പനി തുടങ്ങി, ഞങ്ങൾ കോമ്പറ്റീറ്റേഴ്സ് അല്ലേ? മറ്റു ഓർഗനൈസേഷനുകളെയാണ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? മറ്റ് ഓർഗനൈസേഷനുകള്. The recruitment function is also influenced by the recruitment policies of the competitors. കോമ്പറ്റേറ്റേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് പോളിസിനെ റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ സ്വാധീനിക്കും. അതായത് ഇപ്പൊ നമ്മളെ ഒരുപോലെ കമ്പനി തുടങ്ങി, അപ്പൊ അവിടുത്തെ നയങ്ങള്, നടപടി കാര്യങ്ങളൊക്കെ എന്താണ് ആ റിക്രൂട്ട്മെന്റ് പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് അത് നോക്കുമ്പോൾ റിക്രൂട്ട്മെന്റ് ഫംഗ്ഷനെ, പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. എന്ത്? ബൈ ദ റിക്രൂട്ട്മെന്റ് പോളിസീസ് ഓഫ് ദ കോമ്പറ്റേറ്റേഴ്സ്. കോമ്പറ്റേറ്റേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് പോളിസി റിക്രൂട്ട്മെന്റ് പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ ഫസ്റ്റ് സെന്റൻസ്. Generally, organization can change their recruitment policy to match up with the competitors' policy, so they can compete in the market. Compete ചെയ്യാന്ന് വെച്ചാൽ എന്താ? മത്സരിക്കും. Compete. Organization change the recruitment policy to the match up with the competitors. അതായത് കോമ്പറ്റേറ്റേഴ്സിന്റെ പോളിസിയുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യാൻ വരുത്തണം അല്ലേ? അപ്പൊ അവിടെ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ പോയാലേ നമുക്ക് അവിടെ നിലനിൽക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരുപോലെ ഒരു കമ്പനി തുടങ്ങി, അവിടെ കുറെ കാര്യങ്ങള് ഇതൊക്കെ കൊണ്ടുവരികയാണ്, അങ്ങനെയാണ്. നമ്മൾ അതിനൊപ്പം നിന്നില്ലെങ്കിൽ നമുക്ക് അവിടെ നിലനിൽപ്പില്ല അല്ലേ? So that they can compete. അവര് തമ്മിൽ എന്ത് ചെയ്യുന്നു? മാർക്കറ്റില് മത്സരിക്കുന്നു, കോമ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് നിന്നാലേ നമുക്ക് രണ്ടുപേർക്കും നൈസായിട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? ഒരു കമ്പനി ആദ്യം വലിയ ഇതിലേക്ക് പോയി നമ്മൾ അതിനൊപ്പം നിന്നില്ലെങ്കിൽ നമുക്ക് അവിടെ നിലനിൽപ്പില്ല. മനസ്സിലായോ? The organization changed their recruitment policy to match up with the competitors' policy-യുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം? അവിടെ ചേഞ്ച് ചെയ്യണം. So that they can compete the market. Okay. അപ്പൊ അത്രയാണ് ഏതിൽ വരുന്നത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. പെട്ടെന്ന് നോക്കി ഏതൊക്കെ പറഞ്ഞേ? നമുക്ക് എന്താ ഓർത്ത് പറയാൻ പറ്റോ? എന്താണ്? സപ്ലൈ ആൻഡ് ഡിമാൻഡ്, മാൻ പവർ. രണ്ടാമത്തെയാണ് തൊഴിലില്ലായ്മ നിരക്ക്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. പിന്നെ അടുത്തതാണ് ജോബ് മാർക്കറ്റ്, ലേബർ മാർക്കറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇമേജ് ഓർ ഗുഡ് വിൽ അല്ലെ, സൽകീർത്തി. പിന്നെയാണ് പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ എൻവയോൺമെന്റ്. അടുത്തതാണ് കോമ്പറ്റേറ്റേഴ്സ്. ഇപ്പൊ കിട്ടോ? എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏതാന്ന് ചോദിച്ചാല് എഴുതാൻ പറ്റോ? ഓക്കെ ആണോ? യെസ്.
ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. പിന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് കാര്യങ്ങളും കൂടി നോക്കാം. ഇനി അടുത്തതാണ് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഇതാണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ എന്ന് പറഞ്ഞപ്പോ എന്താ? ഉള്ളിലുള്ളത് അല്ലെ? ഇന്റേണൽ. The factors that can be regulated by the organization itself are called internal factors. അണ്ടർലൈൻ ചെയ്തേ ഫസ്റ്റ് സെന്റൻസ്. എന്താണ് അപ്പോ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കും കേട്ടോ. The factors that can be regulated by the organization itself are called dash. Organization ആ സ്ഥാപനത്തിന് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങളെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവരും അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്? ഓക്കെ, ശരി. ഇനി നോക്കിയേ, അപ്പൊ അവിടെ കോൾഡ് ഡാഷ് എന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ എന്തായിരുന്നു? നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സ് എഴുതും. ഓർഗനൈസേഷന് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങളെയാണ്, ഫാക്ടേഴ്സിനെയാണ് ഏതെന്ന് പറയുന്നത്? ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. There are various internal factors in the organization which influence the recruitment program. ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ സ്വാധീനിക്കുന്ന പലതരത്തിലുള്ള ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാന്ന് നോക്കിയേ. ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, then റിക്രൂട്ട്മെന്റ് പോളിസി, സൈസ് ഓഫ് ദ ഫേം ആ ഒരു സ്ഥാപനത്തിന്റെ വലിപ്പം, then അടുത്തതാണ് കോസ്റ്റ്. 4 കാര്യങ്ങളാണ് ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഒന്നാമത്തെ നോക്കിയേ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഒന്നാമത്തത് ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. How many employees are to be recruited? ഇനി എത്ര എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം? And required qualification, അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഏത് കോഴ്സ് പഠിച്ചവര്, ഏത് ക്വാളിഫിക്കേഷൻ വേണം, ഇതെല്ലാം എന്ത് ചെയ്യണം? How we determine with the help of effective human resource planning. ഇതെല്ലാം പ്ലാൻ ചെയ്യണ്ടേ? വേണ്ടേ? നേരത്തെ നമ്മളൊക്കെ തയ്യാറാക്കണ്ടേ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്? അതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര എംപ്ലോയീസ് നമുക്ക് വേണം, എത്ര ക്വാളിഫിക്കേഷൻ വേണം, ഇതൊക്കെ നമ്മള് എഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ഒരു നല്ല ഫലപ്രദമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അതിന്റെ സഹായത്തോടു കൂടി നമ്മളത് ആസൂത്രണം ചെയ്യണം. ഹ്യൂമൻ റിസോഴ്സിനെ ആസൂത്രണം ചെയ്യണം. വേണ്ടേ? എത്ര പേര് വേണം, ഏത് ക്വാളിഫിക്കേഷൻ വേണം, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. അത് ഏതാ? ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഓക്കെ, എത്ര എംപ്ലോയീസ് റിക്രൂട്ട് ചെയ്യണം, റിക്രൂട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. ഓക്കെ, റിക്രൂട്ട്മെന്റ് പോളിസി രണ്ടാമത്തെയാണ്. റിക്രൂട്ട്മെന്റ് പോളിസി. പോളിസി എന്ന് വെച്ചാൽ ആ നയങ്ങള്. The aim of recruitment are stated in the recruitment policy of the organization. Underline ചെയ്തേ. റിക്രൂട്ട്മെന്റിന്റെ എയിം ഏതിനാ പറഞ്ഞേക്കുന്നത്? ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. വെറുതെയല്ല, അവരുടെ കറക്റ്റ് ഒരു പോളിസി ഉണ്ട് അല്ലെ? നിയമങ്ങളുണ്ട്, നയങ്ങളുണ്ട്. റിക്രൂട്ട്മെന്റ് പോളിസിയിലാണ് റിക്രൂട്ട്മെന്റിനെ കുറിച്ച്, റിക്രൂട്ട്മെന്റിന്റെ എയിംസ് അത് പ്രസ്താവിച്ചിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ചോദിക്കാം. The aim of recruitment are stated in the dash of the organization. എന്തിനാ പറഞ്ഞേക്കണേ? റിക്രൂട്ട്മെന്റ് പോളിസി. It also gives an outline for the execution of our recruitment program. ഇത് കൂടാതെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു രൂപരേഖയും തരുന്നു. റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നതിനുള്ള ഒരു രൂപരേഖയും റിക്രൂട്ട്മെന്റ് പോളിസി നമുക്ക് തരുന്നു. റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം എങ്ങനെയൊക്കെ നടപ്പിലാക്കണം അതേക്കുറിച്ചുള്ള ഒരു ഔട്ട്ലൈനും ഏരിയയിൽ നമുക്ക് കിട്ടും, റിക്രൂട്ട്മെന്റ് പോളിസിയിലൂടെ കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യമാണ് സൈസ് ഓഫ് ദ ഫേം. ഫേം എന്ന് വെച്ചാൽ സ്ഥാപനം അല്ലെ? ഓർഗനൈസേഷന്റെ വലിപ്പം. ഓർഗനൈസേഷന്റെ വലിപ്പമാണ് സൈസ്. Another vital factors or affect the process of recruitment is the size of the organization. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സൈസ്, വലിപ്പം നോക്കും. ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങളും ഒരേ വലിപ്പമാണോ? അല്ല, ചിലത് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഉണ്ടാവും, ചിലത് വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാവും. അപ്പൊ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ സ്ഥാപനത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ വലിപ്പം. Okay, if the organization intends to grow its operation and grow its business,
ഒരു ആ ഒരു സ്ഥാപനം അതിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ബ്രോഡൻ എന്ന് പറഞ്ഞാൽ എന്താ വികസിപ്പിക്കുക അല്ലെ, അത് വലുതാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ ബിസിനസ് വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? It will plan for hiring more employee to carry out its function. എന്ത് നമ്മൾ പ്ലാൻ ചെയ്യണം? കൂടുതൽ എംപ്ലോയീസിനെ ഹയർ ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുക. കൂടുതൽ എംപ്ലോയീസിനെ നിയമിക്കാൻ പ്ലാൻ ചെയ്യണം. വേണ്ടേ? അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട്. ഇപ്പൊ ഞാൻ കമ്പനി തുടങ്ങി, ഒരു ചെറുതായിട്ടാ തുടങ്ങിയത്, പക്ഷെ ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടി അത് ഡെവലപ്പ് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ആര് വേണം? കൂടുതൽ എംപ്ലോയീസ് വേണം. അപ്പൊ ഞാൻ കൂടുതൽ എംപ്ലോയീസിനെ നിയമിക്കാനായിട്ട് പ്ലാൻ ചെയ്യും. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അതെ, ഓർഗനൈസേഷൻ ഇന്റന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. അവിടുത്തെ പ്രവർത്തനങ്ങൾ വലുതാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ബിസിനസ് വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്താൻ കൂടുതൽ എംപ്ലോയീസിനെ നിയമിക്കാനായിട്ട് ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ്, ചെലവ് വരും ഇതിനൊക്കെ, റിക്രൂട്ട്മെന്റിനൊക്കെ. നോക്കിയാൽ റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ് ആർ ബോൺ ബൈ ദ എംപ്ലോയർ. ഈ റിക്രൂട്ട്മെന്റിന് വേണ്ടി വരുന്ന എക്സ്പെൻസ് ആരാ എടുക്കുന്നത്, വഹിക്കുന്നത് ആരാണ്? ബോൺ ബൈ ദ എംപ്ലോയർ. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. അവിടെയൊക്കെ ഓപ്ഷൻ ഇട്ട് ചോദിക്കും കേട്ടോ. എംപ്ലോയിന് തരും, കാൻഡിഡേറ്റ്സിന് വേറൊരു ഇതാക്കി തരും കേട്ടോ. അപ്പൊ ആരാണ് റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ് വഹിക്കുന്നത്? ആരാണ്? എംപ്ലോയർ. അണ്ടർലൈൻ ചെയ്തോ, എംപ്ലോയർ. Therefore, organization try to make use of that sources of recruitment which gives more output in less cost. അപ്പൊ ആ ഒരു സ്ഥാപനം എന്ത് ചെയ്യാനാ പറയുന്നത്? Organization try to make the use of source of recruitment which gives more output. അല്ലെ, കൂടുതൽ ഔട്ട്പുട്ട് കിട്ടണം. എങ്ങനെ? in less cost, കുറച്ച് ചെലവില്. റിക്രൂട്ട്മെന്റിന്റെ ഒക്കെ ആണെങ്കിൽ വരുന്ന ചെലവ് കുറച്ചുകൊണ്ട് കൂടുതൽ അതിന്റെ ഔട്ട്പുട്ട് കിട്ടാനാണ് ഏത് ഈ ഓർഗനൈസേഷൻ പരിശ്രമിക്കുന്നത്. ശരിയല്ലേ? നമ്മളും അങ്ങനെയല്ലേ നോക്കുന്നേ? നമ്മളിപ്പോ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനു വേണ്ടി വരുന്ന ചെലവ് കുറച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടാനാണ് ആ ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനം പരിശ്രമിക്കുന്നത്. അപ്പൊ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം ഏതാണ്? ഫാക്ടർ ഏതാണ്? കോസ്റ്റും അഫക്ട് ചെയ്യും. അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സിൽ പറഞ്ഞത്. ഒന്നാമത്തെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, പിന്നെ റിക്രൂട്ട്മെന്റ് പോളിസി, മൂന്നാമത്തെയാണ് സൈസ് ഓഫ് ദ ഫേം, ആ സ്ഥാപനത്തിന്റെ വലുപ്പം, ദെൻ ലാസ്റ്റ് വരുന്നതാണ് കോസ്റ്റ്. ഇനി ഇന്റേണൽ സോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്ന് വെച്ചാൽ എഴുതാലോ. ഇന്റേണൽ ഫാക്ടേഴ്സിൽ, സോഴ്സ് അല്ല ഫാക്ടേഴ്സ്, ഇന്റേണൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഏത്? കൺഫ്യൂഷൻ ആവരുത്. 4 കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത്. കൃത്യമായിട്ട് പറഞ്ഞു. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വരും, റിക്രൂട്ട്മെന്റ് പോളിസി വരും, സൈസ് ഓഫ് ദ ഫേം, കോസ്റ്റ്. ക്ലിയർ ആണോ? ഒന്ന് പെട്ടെന്ന് നോക്കിയേ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? സംശയം വരാൻ വഴിയില്ല. നമ്മൾ ഓരോന്നും ക്ലിയർ ആയിട്ടാ പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി ഓക്കെ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടന്നോളാം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും വേദിയൊക്കെ കുറെ പേരൊക്കെ അവിടെ എഴുതി മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ. ഏതൊക്കെ 4 പോയിന്റ്സ് എന്നുള്ളത്. ഓക്കെ, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാട്ടോ നിങ്ങൾ. ഫസ്റ്റ് നമ്മൾ 10:30 മോർണിംഗ് ആ ഒരു എനർജി എന്തായാലും ഉണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ, പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇനി അടുത്തതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഈ റിക്രൂട്ട്മെന്റ് നടത്താന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ഒറ്റയടിക്ക് കഴിയുന്ന കാര്യമില്ല. പല ഘട്ടങ്ങളുണ്ട് അതിന്. അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. The recruitment process involves different activities through the competent potential candidates are searched as specialized by human resource planning, job specification, recruitment procedure is shown below. Okay, human resource planning, job specification, ജോലിയുടെ നിർദ്ദേശങ്ങൾ, human resource manpower planning, ഇതെല്ലാം എന്തിനേലും വ്യക്തമാക്കിയിട്ടുള്ള ഒരു യോഗ്യതയുള്ള പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ്, അതിന് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരിയുന്നതിനായിട്ട് വിവിധ പ്രവർത്തനങ്ങള് റിക്രൂട്ട്മെന്റ് പ്രക്രിയയിൽ ഉൾപ്പെടുന്നു. പല ആക്ടിവിറ്റീസ് വരുന്നുണ്ടെന്നാ പറഞ്ഞേക്കണേ. റിക്രൂട്ട്മെന്റ് പ്രോസസ് ഇൻവോൾവ്സ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. ഏതൊക്കെയാണ് ആ പ്രൊസീജിയർ, ആ പല പ്രവർത്തനങ്ങള്? ഇതിങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ നിങ്ങൾ.
എന്താന്ന് വെച്ചാലേ ഈ ഒരു പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാന്ന് വയ്ക്കും, ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാന്ന് വയ്ക്കും, വേണമെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഏതാന്ന് ചോദിക്കാം. അപ്പൊ അത് ഓർഡർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം നിങ്ങൾ. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ആണ്. നമ്മളും അതല്ലേ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ ആദ്യത്തെ കാര്യം പ്ലാൻ ചെയ്യും. വൈകുന്നേരം ഒന്ന് പാർക്കിൽ പോയാൽ കൊള്ളാം, നമ്മൾ അത് പ്ലാൻ ചെയ്യും. ആർക്കും കൂടെ പോകണം, എങ്ങനെ പോകണം, 2 വീലറിന് പോകണോ, കാറിന് പോകണോ, ഇനി നടന്നു പോകണോ, അതൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യും. ആർക്കുടെ കൂടെ പോകണം, അവിടെ ചെന്ന് എന്ത് കഴിക്കണം, അല്ലേ, പ്ലാൻ ചെയ്യൂലേ. നമ്മൾ എന്ത് സംഭവം, ഇപ്പൊ ഒരു ഫംഗ്ഷൻ വന്നു, നമ്മൾ ആദ്യം തന്നെ പ്ലാനിങ് ആയിരിക്കും. ഏത് ഡ്രസ്സ് വാങ്ങണം, ഏത് കളർ വാങ്ങണം, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യൂലേ. അപ്പൊ ആദ്യത്തെ അത് മറക്കരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ആണ്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. അതെ, നിങ്ങളുടെ ടെക്സ്റ്റ് ഉള്ളവരെ നോക്കിയാൽ PLANNING ആണ് കേട്ടോ പ്ലാനിങ്. നമ്മുടെ ബോക്സിലെ ഒരു N അവിടെ മിസ് ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയാലേ കറക്റ്റ് ആണോ നോക്കിയാലേ PLANNING ഡബിൾ N ഉണ്ട് പ്ലാനിങ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇനി മറക്കൂലല്ലോ, എന്താണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. രണ്ടാമത്തെ നോക്കിയാൽ ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സസ്. റിക്രൂട്ട്മെന്റ് സോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യും. ഏതാണ് ആ സോഴ്സ് തിരിച്ചറിയും. കോണ്ടാക്ടിങ് സോഴ്സസ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ. ബന്ധപ്പെടുക, സോഴ്സസുമായിട്ട് ബന്ധപ്പെടുക, കോണ്ടാക്ടിങ് സോഴ്സസ്. അടുത്തതാണ് ആപ്ലിക്കേഷൻ പൂൾ. ആപ്ലിക്കേഷൻ പൂൾ, പൂൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്നാട്ടോ, ആപ്ലിക്കേഷൻസിന്റെ കൂട്ടം. അടുത്തത് എന്ത് ചെയ്യുന്നു? സെലക്ഷൻ പ്രോസസ്. ഇനി അവിടെ നോക്കിയ ലാസ്റ്റ് എല്ലാത്തിനും കോമൺ ആയിട്ട് കൊടുത്തേണ്ട ആറാമത്തെ സ്റ്റെപ്പ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അപ്പൊ എന്താണ് നമ്മൾ ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു? ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. എന്താണെന്നറിയോ, അതിലെല്ലാത്തിലും 4 കോമൺ ആയിട്ട് കൊടുത്തേക്കണേ. ഓരോ സ്റ്റെപ്പും കഴിയുമ്പോൾ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഉണ്ട്. മനസ്സിലായോ? റിക്രൂട്ട്മെന്റ് പ്ലാനിങ് അതിലൊന്ന് ഇവാലുവേഷൻ നടത്തും, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഓരോ സ്റ്റെപ്പിനും ബാധകമാണ് അത്. പക്ഷെ നമ്മൾ ആറാമത്തെ സ്റ്റെപ്പായിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ക്ലിയർ ആണല്ലോ 2 സ്റ്റെപ്പും? ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ലാസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാന്ന് ഓർത്താൽ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ, ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ 6 സ്റ്റെപ്പുകളും നോക്കി വെക്കാം. ഒന്നാമത്തെയാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. ഇതാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ഈസ് ദ ഇനിഷ്യൽ സ്റ്റെപ്പ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. അണ്ടർലൈൻ ചെയ്തേ, ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ. ഇനിഷ്യൽ സ്റ്റെപ്പ് ഏതാണ്? ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. Dash is the initial step of the recruitment process. ഇതാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ആണ്. It involves determining the following. ഇതിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ഏതൊക്കെയാണ്? നമ്പർ ഓഫ് കോണ്ടാക്ട്, ടൈപ്പ് ഓഫ് കോണ്ടാക്ട്. അത് രണ്ടിലും റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിൽ വരുന്ന കാര്യമാണ്. നമ്പർ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാലേ എന്റെ ആപ്ലിക്കേഷൻസിന്റെ എണ്ണമാണ്. ആപ്ലിക്കേഷൻസിന്റെ എണ്ണം. നമ്പർ ഓഫ് കോണ്ടാക്ട്. Organization always wanted to capture more than the required candidates as they wanted to make the best choice out of the large number of candidates. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ അല്ലേ? ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ ക്യാപ്ചർ ചെയ്യാനാണ് ഓർഗനൈസേഷൻ താല്പര്യപ്പെടുന്നത്. എന്തുകൊണ്ടാ? എന്നാലാണ് അവർക്ക് അതിൽ നിന്ന് ബെസ്റ്റ് ചോയ്സ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ? ഒരു 5 പോസ്റ്റ് ഉണ്ടെങ്കിൽ അവർ 5 കാൻഡിഡേറ്റ്സ് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ല, അവിടെ ഒരു 50 പേര് വന്നെന്നായിരിക്കണം അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ ക്യാപ്ചർ ചെയ്യാനാണ് ഓർഗനൈസേഷൻ താല്പര്യപ്പെടുന്നത്. എന്തുകൊണ്ടാ? ടു മേക്ക് ദ ബെസ്റ്റ് ചോയ്സ്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. The large number of candidates. It is also done. ഇതെങ്ങനെ നടത്തുന്നത്? Because many candidates are not willing to join the organization. ഇപ്പൊ ഈ വരുന്ന എല്ലാവരും ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ വില്ലിങ് ആയിരിക്കും. ചിലപ്പോ ചിലരിങ്ങനെ അതിന്റെ സാലറി കേട്ടിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ അവിടുത്തെ വർക്ക് ലോഡ് അനുസരിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ചിലവരൊന്നും ബില്ലിങ് ആവൂല അല്ലെ? ആ ഒരു ഓർഗനൈസേഷനിൽ എന്താ പറയാ, അവിടെ നിൽക്കാനായിട്ട് ചിലര് ബില്ലിങ് ആവൂല. And a few of them may not fulfill the selection criteria. ചിലപ്പോ വരുന്ന കുറച്ചു പേരില്ലേ, വരുന്ന ആളുകളിൽ കുറച്ചു പേര് ആ സെലക്ഷൻ ക്രൈറ്റീരിയ ചിലപ്പോ നിറവേറ്റുന്നില്ല.
അതായത് കമ്പനിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഒന്നും ചിലർക്ക് ഉണ്ടാവില്ല, ഉണ്ടോ? അപ്പൊ അങ്ങനെ നമ്മൾ കുറെ പേരൊക്കെ അതിൽ നിന്ന് പോകാം. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പേര് ക്യാപ്ചർ ചെയ്യണമെന്നാണ് കമ്പനി ആഗ്രഹിക്കുന്നത്. സോ whenever a recruitment program is thought of, ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് ആ കമ്പനി ആലോചിക്കുമ്പോൾ എന്താ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ഹാസ് ടു തിങ്ക് അബൌട്ട് ദ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി ആണ്, കണ്ടോ? ക്വാണ്ടിറ്റി, അതിന്റെ എത്ര ക്വാണ്ടിറ്റി, quantity of applicants it should be get is so as to fill its vacancy with the suitable candidates. അപ്പൊ ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം ഓർഗനൈസേഷൻ എന്താ ചിന്തിക്കുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ആപ്ലിക്കേഷൻസ്. അണ്ടർലൈൻ ചെയ്തേ, ക്വാണ്ടിറ്റി ആണ്, ആപ്ലിക്കേഷൻസിന്റെ എണ്ണം. ഇതിനു വേണ്ടി സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സിനെ ആ ജോബ് വേക്കൻസിയിൽ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പൊ ആകെ 5 പേരെ വന്നോളൂ എങ്കിൽ 5 പേർക്ക് കൊടുക്കാൻ പറ്റൂല അല്ലെ? ക്വാണ്ടിറ്റി ആണ് നോക്കുന്നത്, എത്ര എണ്ണം, ആപ്ലിക്കേഷൻസിന്റെ എണ്ണം. അത് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിൽ ഒരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട്. Type of contact. It pertains to the individual who would be informed about the job vacancy. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജോബ് വേക്കൻസിനെ കുറിച്ച് അറിയിക്കുന്ന ഇൻഡിവിജ്വലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് പെർടെയിൻസ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടിരിക്കുക. ഇൻഡിവിജ്വൽ who would be informed about the job vacancy. ജോബ് വേക്കൻസിനെ കുറിച്ച് അറിയിക്കുന്ന ഇൻഡിവിജ്വലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. According to the job specification and the job description, ജോലിയുടെ നിർദ്ദേശങ്ങളും ജോലിയെ കുറിച്ചുള്ള കാര്യങ്ങളും ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ആ ജോബ് വേക്കൻസിനെ കുറിച്ച് അറിയിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ജോലിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറയണ്ടേ? ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരാ, അതിനു മുന്നിൽ തന്നെ ജോലിയെ കുറിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ അവിടെ അറിയിക്കണം. അപ്പൊ 2 കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, to pertain to the individual who should be informed about the job vacancy. 2 കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിൽ വരുന്നത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം, രണ്ടാമത്തത് എന്താണ്? ആ ജോലിയെ കുറിച്ച് അറിയിക്കേണ്ട വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം കാൻഡിഡേറ്റ്സിനോട് ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ജോലിയുടെ നിർദ്ദേശങ്ങള്, ജോലിയെ കുറിച്ചുള്ള വിവരണങ്ങള്, ഇതെല്ലാം അറിയിക്കണം. ഇനി രണ്ടാമത്തെയാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട്. 2 കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, നോക്കിയേ, രണ്ടാമത്തെ പോയിന്റ് എന്താ? ഐഡന്റിഫൈ. രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് കേട്ടോ. ഏതാണ്? ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സസ്. റിക്രൂട്ട്മെന്റ് സോഴ്സുകളെ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സസ്. ഇനി റിക്രൂട്ട്മെന്റ് സോഴ്സസ് എന്ന് പറഞ്ഞാലേ നമ്മൾ എന്തിനാ അവർ അട്രാക്റ്റഡ് ആവും? ഉണ്ടോ? എങ്ങനെയാ? സാലറി കൂട്ടിത്തരാം അല്ലെ? നിങ്ങൾക്ക് സാലറി കുറച്ച് കൂട്ടിത്തരാം, PF തരാം, ഗ്രാറ്റുവിറ്റി, ബോണസ്, അങ്ങനെയുള്ള കാര്യങ്ങള് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമ്പോഴല്ലേ കാൻഡിഡേറ്റ്സ് കൂടുതൽ അങ്ങോട്ടേക്ക് വരുള്ളൂ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനി ഓഫർ ചെയ്യുമ്പോൾ എംപ്ലോയി തന്നെ എന്ത് ചെയ്യുന്നു? നല്ല സാലറി കിട്ടുമല്ലോ അല്ലെ? അല്ലെങ്കിൽ അവിടെ PF, ബോണസ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്ത് ചെയ്യുന്നു? അങ്ങനെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് കമ്പനി അത് ഓഫർ ചെയ്യുമ്പോൾ കൂടുതൽ കാൻഡിഡേറ്റ്സ് അവിടെ അട്രാക്റ്റഡ് ആയിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്ന് അവർ തന്നെ സമ്മതിക്കും. അപ്പൊ എന്ത് സോഴ്സ് ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. Once the recruitment plan is finalized, recruitment plan final ആകുമ്പോൾ representing the number and the type of the potential candidates, they must be attracted in such a way that they offer themselves for the employment. അപ്പൊ ഏത് സോഴ്സ് ആണ് അല്ലെ? ഏത് സോഴ്സ് ആണ് നമ്മൾ ഓഫർ ചെയ്യേണ്ടത് എന്നുള്ളത് കമ്പനി അത് അറിയണം. Hence, it is essential to identify those sources from which these candidates can be attracted. Candidates attract ചെയ്യുന്ന സോഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? ബോണസ് കൂട്ടി തരാം, അല്ലെങ്കിൽ സാലറി കൂടുതലുണ്ട് തരാന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും തന്നെ അവിടെ അട്രാക്ട് ആവും. നമുക്ക് നല്ല സാലറി, ഒരു 50,000 രൂപ സാലറി തരാന്ന് പറഞ്ഞാൽ പോവോ? രഞ്ജു, ശില്പ, സീമ, അഞ്ജു പോവാം. ഒരു 50,000 രൂപ സാലറി തരാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പോകും അല്ലെ? പിന്നെ ചിലപ്പോ നമ്മുടെ ഫ്രണ്ടിന് ചിലപ്പോ 20,000 രൂപ ആയിരിക്കും കിട്ടണേ. അപ്പൊ അതൊക്കെ കമ്പനിയെ തീരുമാനിക്കേണ്ടത്. അപ്പൊ നമ്മളെ അട്രാക്ട് ചെയ്യാനുള്ള എന്തൊക്കെ സോഴ്സ് ആണ് അത് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, അറിയേണ്ടത് കമ്പനിയാണ്. അതുകൊണ്ട് നോക്കിയേ, ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ,
Hence, it is essential to identify the source from which these candidates can be attracted. Candidates attract ചെയ്യുന്ന source ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി മൂന്നാമത് നോക്കി എന്താണ് കോൺടാക്ടിങ് സോഴ്സസ്. ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് എംപ്ലോയീസിനെ കിട്ടും അതാണ്. ഏതൊക്കെ സോഴ്സിൽ നിന്ന് എംപ്ലോയീസിനെ കിട്ടും നോക്കണം. ഉണ്ടോ? ഏതൊക്കെ സോഴ്സിൽ നിന്ന് എംപ്ലോയീസിനെ കിട്ടും. After the final decision about the source of selecting the potential candidates, the procedure of contacting the source is initiated. First sentence underline ചെയ്തിട്ടേ. സാധ്യതയുള്ള അതിന് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഫൈനൽ ഡിസിഷന് ശേഷം സോഴ്സുമായി ബന്ധപ്പെടുന്നത് അതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു. Recruitment is a two-way process. നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞില്ലേ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു two-way process ആണ്. There are two parties. ആരൊക്കെ തമ്മിലുണ്ട്? രണ്ട് പാർട്ടി ആരൊക്കെയാ അവിടെ ഉള്ളത്? റിക്രൂട്ട്മെന്റ് two-way process ആണ്. അവിടെ രണ്ട് പാർട്ടി ആരൊക്കെയാ? റിക്രൂട്ടർ ആൻഡ് റിക്രൂട്ടി. അതൊന്നുകൂടെ അണ്ടർലൈൻ ചെയ്തോട്ടെ. അവിടെ റിക്രൂട്ടറും ഉണ്ട് റിക്രൂട്ടി ഉണ്ട്. ഇവര് തമ്മിലുള്ള ഒരു two-way process ആണ് ഇത് റിക്രൂട്ട്മെന്റ്. Based on the information about the candidates, the recruiter can select the candidates. ശരിയല്ലേ? അതായത് നമ്മൾ ബേസ്ഡ് ഓൺ ദി കാൻഡിഡേറ്റ്സ് കൊടുക്കുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് റിക്രൂട്ടറിന് തീരുമാനിക്കാം അല്ലെ. അവർക്ക് കാൻഡിഡേറ്റ്സിനെ തീരുമാനിക്കാം. ഇപ്പൊ നിങ്ങളുടെ ബയോഡേറ്റ നോക്കിയിട്ട് ഇവിടെ ഒരു ജോലി ഉണ്ട്, എനിക്ക് തീരുമാനിക്കാം അല്ലെ ആരാണ് ബെസ്റ്റ്, എനിക്ക് തീരുമാനിക്കാം. റിക്രൂട്ടറിന് തീരുമാനിക്കാം അല്ലെ. റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് തീരുമാനിക്കാം, കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. എന്തിനു വെച്ചിട്ട്? നമ്മുടെ ഒരു എന്താ ഫ്രണ്ട്സ് ആണോ റിലേറ്റീവ്സ് ആണോ അങ്ങനെ നോക്കിയിട്ടാണോ? അല്ല. ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ അബൌട്ട് ദി കാൻഡിഡേറ്റ്സ്, കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന വിവരങ്ങള് അതിനെ ബേസ് ചെയ്തിട്ട് റിക്രൂട്ടറിന് എന്ത് ചെയ്യാം? കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. ഓക്കെ. സിമിലർലി ദ റിക്രൂട്ടി. അതൊക്കെ കറക്റ്റ് ആണോ നോക്കിയ പിള്ളേരെ? ടെക്സ്റ്റില് റിക്രൂട്ടി ആട്ടോ ഞാനിവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തുതരാം. അവിടെ ഒന്ന് മാറിക്കിടക്കുന്നുണ്ട്. റിക്രൂട്ടറിന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. സിമിലർലി റിക്രൂട്ടി ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തത് കണ്ടോ? റിക്രൂട്ടി. ആ സ്പെല്ലിംഗ് ടെക്സ്റ്റിൽ തെറ്റാണെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക. RECRUITEE ആണ് അവിടെ കേട്ടോ. റിക്രൂട്ടിക്ക് കാൻഡിഡേറ്റ്സിനെ തീരുമാനിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഓർഗനൈസേഷൻ take the decision to join the organization or apply somewhere else അല്ലെ. അപ്പൊ കമ്പനിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ കമ്പനിയിൽ തന്നെ നിൽക്കണോ, അവിടെ തന്നെ നിൽക്കണോ, അവിടെ ജോയിൻ ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. റിക്രൂട്ടിക്ക് തീരുമാനിക്കാം. Hence, the organization must choose which information to be shared with the candidates. അപ്പൊ അതുകൊണ്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ കാൻഡിഡേറ്റ്സിനോട് പറയണം. ഓക്കെ, മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും ഒന്ന് വെട്ടി തുറന്നൊന്നും പറയുന്നൊന്നുമില്ല അല്ലെ. ചിലപ്പോ ഇങ്ങനെ ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോ കാൻഡിഡേറ്റ്സ് അവിടെ നിൽക്കണമെന്നില്ല. അപ്പൊ ഓർഗനൈസേഷൻ ആ കമ്പനിക്ക് ചൂസ് ചെയ്യാം എന്തൊക്കെ ഇൻഫർമേഷൻസ് കാൻഡിഡേറ്റുമായിട്ട് ഷെയർ ചെയ്യണം. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സിന്റെ കാര്യത്തിൽ. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് പഠിക്കാനുണ്ട് അവിടെ നമുക്കിനി പുറമേ ഉള്ളത്. അതായത് നമ്മള് സോഷ്യൽ മീഡിയയോ ജോബ് ഫെയറോ മറ്റേ ഏജൻസിയോ അങ്ങനെ പ്രത്യേകിച്ച് എക്സ്റ്റേണൽ റിസോഴ്സിന്റെ കാര്യത്തില് എന്താണ് എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷൻ കാൻഡിഡേറ്റ്സുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാം? ആ ഓർഗനൈസേഷന് തീരുമാനിക്കാം. ഓക്കെ, തീരുമാനിക്കാം. ഇനി അടുത്തത് നാലാമത്തെയാണ് ആപ്ലിക്കേഷൻ ഫോം. നാലാമത്തെ സ്റ്റെപ്പാണ് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. The final aim is to attract more and more candidates. And ഈ റിക്രൂട്ട്മെന്റിന്റെ എയിം എന്താ? കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യണമെന്നല്ലേ നമ്മൾ പറഞ്ഞത് തന്നെയാ. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷന്റെ കൂട്ടാണ് കേട്ടോ, ഗ്രൂപ്പ് കൂട്ടം. The final aim is to attract more and more candidates so as to maintain flexibility in selection. എന്നാലല്ലേ ആ സെലക്ഷനിലും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുള്ളൂ. വഴക്കം അല്ലെ, കൂടുതൽ കാൻഡിഡേറ്റ്സ് വന്നാൽ മാത്രമല്ലേ അവിടെ ഒരു വഴക്കം ഉണ്ടാവുള്ളൂ അല്ലേ. No matter what method is recruitment is used, ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും നമ്മൾ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യണം. അതാണ് ഫൈനൽ എയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ ആ സെന്റൻസ്.
First sentence, the organization start receiving application from potential candidates as soon as the source of recruitment are contacted. Start receiving application from potential candidates. Recruitment source മായി ബന്ധപ്പെടുന്ന മുറയ്ക്ക് organization receive ചെയ്യുന്നു. Start receiving the application. Candidates അതിന് അനുയോജ്യമായിട്ടുള്ള candidatesന്റെ applications organization receive ചെയ്യുന്നു. The type of organization, the kind of the job, and the condition in specific human resource market determine the number of applications. Last sentence underline ചെയ്തിട്ടേ, first sentence underline ചെയ്യണം, last sentence. ഇത് നോക്കി ഏത് തരത്തിലുള്ള സ്ഥാപനമാണ്, the type of the organization, kind of the job, ഏത് തരത്തിലുള്ള ജോലിയാണ്, and the condition of specific human resource market എന്ന് വെച്ചാൽ എന്താ, മാർക്കറ്റിലുള്ള എംപ്ലോയിയുടെ അവൈലബിലിറ്റി. അതെന്ന് എഴുതി വെച്ചോ എനിക്ക്, മാർക്കറ്റിലുള്ള എംപ്ലോയീസിന്റെ അവൈലബിലിറ്റി. മാർക്കറ്റിൽ അത് എംപ്ലോയീസ്, അത് ആ ക്വാളിഫിക്കേഷനുള്ള, ആ ജോബ് പൊസിഷനിൽ ക്വാളിഫിക്കേഷനുള്ള എംപ്ലോയീസ് കുറെ ഉണ്ടോ, അവർക്കുടെ അവൈലബിലിറ്റി എന്തിനെ സ്വാധീനിക്കും, the number of application. ഇതെല്ലാം ആപ്ലിക്കേഷന്റെ എണ്ണത്തെ സ്വാധീനിക്കും. നല്ല സ്ഥാപനം എന്ന് പറഞ്ഞാൽ കുറെ പേര് അപ്ലൈ ചെയ്യും അല്ലെ, നല്ല ജോലിയാണെങ്കിലും കുറെ പേര് അപ്ലൈ ചെയ്യും. കുറെ ആളുകൾ മാർക്കറ്റിൽ എംപ്ലോയീസ് ഉണ്ടെങ്കിലും കുറെ പേര് അപ്ലൈ ചെയ്യും. അപ്പോ ഈ ആപ്ലിക്കേഷൻസിന്റെ എണ്ണത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? Type of organization, kind of the job, and the condition in specific human resource market. മൂന്ന് കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്തിടുക. ഇതെല്ലാരും ആപ്ലിക്കേഷന്റെ എണ്ണത്തെ എന്ത് ചെയ്യുന്നു, നിർണയിക്കുന്നു. ഇതനുസരിച്ചാണ്. ക്ലിയർ ആയോ? 4 പോയിന്റ്സോടെ ഒന്ന് നോക്കിയേ. നമ്മൾ പറഞ്ഞത് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഈ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റിന് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നാ പറഞ്ഞേ? 6 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഏതാണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ് ആണ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിൽ വരുന്ന 2 കാര്യങ്ങൾ ഏതാ? നമ്പർ ഓഫ് കോണ്ടാക്ട്, ആപ്ലിക്കേഷൻസിന്റെ എണ്ണോ, പിന്നെ അതിനെ കുറിച്ച് ഇൻഫോം ചെയ്യുന്ന ആളുമായി ബന്ധപ്പെട്ടതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്റ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ദ റിക്രൂട്ട്മെന്റ് സോഴ്സസ്. റിക്രൂട്ട്മെന്റ് സോഴ്സസ് ഏതാണ് അല്ലെ? കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കമ്പനി ഐഡന്റിഫൈ ചെയ്യണം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഐഡന്റിഫൈ ദ സോഴ്സ്. ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അടുത്ത എന്താ? കോണ്ടാക്ടിങ് സോഴ്സസ്. Final decision about the source of selecting the potential candidate. The procedure of contacting the sources is initiated. സോഴ്സുമായി ബന്ധപ്പെടുന്നതാണ് അടുത്തത് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു മസ്റ്റ് ചൂസ് ഇൻഫർമേഷൻ, എന്തൊക്കെ ഇൻഫർമേഷൻസ് കാൻഡിഡേറ്റ്സിനോട് ഷെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നോക്കണം. പിന്നെ അടുത്തതാണ് എന്താണ്? ആപ്ലിക്കേഷൻ പൂൾ. ആപ്ലിക്കേഷൻസിന്റെ പൂൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് എണ്ണം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് അവിടെ? അപ്പൊ ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണ്, ഏത് തരത്തിലുള്ള ജോലിയാണ്, മാർക്കറ്റിലുള്ള എംപ്ലോയീസിന്റെ അവൈലബിലിറ്റി, ഇതെല്ലാമാണ് ആപ്ലിക്കേഷന്റെ എണ്ണത്തെ സ്വാധീനിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, മെയിൻ എന്താണ്? കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലാണ് ആ സെലക്ഷനിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതിൽ ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. റിക്രൂട്ട്മെന്റ് ഒരു 2-way പ്രോസസ് ആണ്. അതിനകത്ത് ഉൾപ്പെടുന്ന പാർട്ടി റിക്രൂട്ടറും റിക്രൂട്ടിയുമാണ്. അണ്ടർലൈൻ ചെയ്തിടാ. ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത് ആര്? റിക്രൂട്ടർ. നമുക്ക് റിക്രൂട്ടിക്ക് തീരുമാനിക്കാം അവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാം. ഓക്കെ, ഇന്നെടുത്ത കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ ഇനി ഞാൻ വരുന്നത് നെക്സ്റ്റ് മൺഡേ ആയിരിക്കും കേട്ടോ. ഇനി അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും മിസ്സുമാര് വല്ല ലീവ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല ക്ലാസ് അസിസ്റ്റന്റിന്റെ ഭാഗമായിട്ട് ഇടയ്ക്ക് കയറാൻ ചിലപ്പോ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ടൈം ടേബിളിൽ എനിക്ക് ക്ലാസ് വന്നേക്കുന്നത് മൺഡേയും ട്യൂസ്ഡേ ആണ്. എന്താ പറയാന്ന് വെച്ചാൽ, ഇന്ന് ട്യൂസ്ഡേ ആണ്, ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ആ സാധനം ഇവിടെ ഇങ്ങനെ മടക്കി വെക്കരുത് കേട്ടോ. ഇന്ന് തന്നെ വായിച്ചു വെച്ചോണം. നാളെ ക്ലാസ് ചെയ്യാന്ന് വിചാരിച്ച് വായിക്കാതിരിക്കരുത്. ഇന്ന് തന്നെ എടുത്ത കാര്യങ്ങൾ അത്രയും വായിച്ചു വെക്കുക. നമുക്കപ്പോ വേറെ ചേഞ്ച് ഒന്നും വന്നില്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേയിൽ കാണാം കേട്ടോ. ഇനി മൺഡേ വന്നിട്ട് രാവിലെ തുറക്കാൻ നിൽക്കരുത്. നമ്മൾ ഇന്ന് ഇത്രയും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇന്നത്തേക്കാവട്ടെ കിട്ടുള്ളൂ. രാവിലെ ചിലപ്പോ ഉച്ചത്തേക്കാവും ഇന്നലത്തെ മോക്ക് ടെസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ രണ്ടും കൂടി ഇന്ന് തന്നെ ഞാൻ ക്ലാസ് കഴിയുമ്പോൾ കൊടുക്കും. പക്ഷെ നാളെ നിങ്ങൾക്ക് ഒരു ഉച്ചയോട് കൂടി ആയിരിക്കും കിട്ടുള്ളൂ കേട്ടോ. വരുന്നില്ല.
ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ മക്കളെ. നെക്സ്റ്റ് ഇപ്പൊ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നേ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. മറക്കരുത്. നെക്സ്റ്റ് മൺഡേ കാണാം. ഓക്കെ, താങ്ക് യു.